എപ്പിസോഡ് 69-ൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇപ്പം കിട്ടിയ ഏറ്റവും ചൂടുള്ള വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും 99% ഈ വീക്കിൽ ഔട്ടാവാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റ് ആരാന്നുള്ള ന്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നടക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്നത്തെ പ്രധാനമായിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിലോട്ടൊക്കെ കടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ രാവിലെയുള്ള മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുത്തത് ഹൗസിൽ ഏറ്റവും ഓർക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിയും ഹൗസിൽ ഏറ്റവും ഈ 65 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ ചലനവും ഉണ്ടാക്കാത്ത വ്യക്തിയും ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓർക്കപ്പെടാൻ ആദില ആൻഡ് നൂറയായിരിക്കും ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുക. കാരണം അവരിത്രയും ദിവസം അവിടെ നിന്നിട്ടുണ്ട്, പിന്നെ അവർ ടീമായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നു അനുമോളെയും കുറേ ആൾക്കാർ ഓർക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ കോമണറായി വന്ന് കപ്പ് വരെ ചിലപ്പോൾ അടിച്ചേക്കാമെന്ന് സാധ്യതയുള്ള അനീഷുമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഓർക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ. ഏറ്റവും അവിടെ നിൽക്കുന്നത് കൊണ്ട് യാതൊരുവിധ അർത്ഥവും ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്പർ 1 ലക്ഷ്മി. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. അതാണ് നമ്മുടെ സാബുമാൻ, ബിഗ് ബോസിൻ്റെ സ്വന്തം സാബുമാൻ. ബിഗ് ബോസ് ടാസ്കുകൾ കൊടുത്താൽ മാത്രം പ്രവൃത്തി രംഗത്തിലോട്ടേക്ക് എത്തുന്ന സാബുമാനെ മാത്രമേ നമ്മൾ ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടുള്ളൂ. അതുപോലെ ഇന്ന് ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. വളരെ വിശദീകരിച്ചിട്ടാണ് ലക്ഷ്മി ജയിൽ നോമിനേഷൻ പറഞ്ഞത്. ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെയാണ് ലക്ഷ്മി പറഞ്ഞത്. പക്ഷേ എന്തോ ലക്ഷ്മിയും അനീഷും, അതായത് 7 വോട്ടുകളോടുകൂടി അനീഷും 5 വോട്ടുകളോടുകൂടി ലക്ഷ്മിയും ജയിലിലോട്ടേക്ക് പറഞ്ഞയക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ ഇന്ന് ഈ വീക്കോട് കൂടി, അതായത് ആദിലയുടെ ക്യാപ്റ്റൻസി അവസാനിച്ചു. ഒരുവിധ ഇമ്പാക്റ്റും പ്രത്യേകിച്ച് ഉള്ള ഒരു ക്യാപ്റ്റൻസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു മാർക്കും ഒരു റിമാർക്കബിൾ മൂവ്മെൻറ്റ്സും ആസ് എ ക്യാപ്റ്റൻ ആദിലയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഹൗസിൽ രാവിലെ എണീറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തി, സ്വന്തം പ്രവൃത്തിയിൽ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് വരുത്തി എന്നല്ലാതെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യവും ആദിനയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ആസ് എ ക്യാപ്റ്റൻ ഐ തിങ്ക് ഷീ ഈസ് എ ഫെയിലിയർ. അതുപോലെ ഈ വീക്ക് ഔട്ടാവാൻ സാധ്യതയുള്ള ആരാണെന്ന് നമുക്ക് പറയാം. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദിലയായിരിക്കും 99.9% ഔട്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ സാബുമോൻ പറഞ്ഞതുപോലെ തന്നെ സാബുമോൻ്റെ ഓപ്പോസിറ്റ് കിടന്നിരുന്ന എല്ലാ ആൾക്കാരും ഔട്ടായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കണം. അപ്പോൾ ആ ഒരു കാരണം വെച്ചിട്ട്, ആ ഒരു കാരണം മാത്രമല്ല, ഒരുപാട് ലക്കിൻ്റെ ഫാക്ടറിൽ മാത്രം മുന്നിലോട്ടേക്ക് പോയിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് ബിന്നിയെ തോന്നിയത്. ഒരു 50 ദിവസത്തിനൊക്കെ ശേഷമാണ് ബിന്നിക്ക് ഒരുപാട് ലക്ക് അനുഗ്രഹിച്ചത്. പക്ഷേ ഈ വീക്ക് ബിന്നിയും ഔട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 പേരാണ് ഈ വീക്ക് ഹൗസിനോട് ബൈ പറയാൻ പോകുന്നത്.